സ്നേഹം, ദിവ്യസ്നേഹം, സ്നേഹം, ദിവ്യസ്നേഹം. ദൈവത്തിന് ശിംശോന്റെ മേൽ ഒരുപാട് വലിയ പദ്ധതികളുണ്ടായിരുന്നു. മനോഹയ്ക്കും ഭാര്യയ്ക്കും കുഞ്ഞുങ്ങൾ ഇല്ലാതിരുന്ന സമയത്ത് ദൈവം അവർക്ക് വാഗ്ദത്തം കൊടുത്തു, നിങ്ങൾക്കൊരു മകനെ ഞാൻ ദാനമായിട്ട് നൽകാനിടയാകും. താമസിച്ചുണ്ടാകുന്ന കുഞ്ഞുങ്ങളെക്കുറിച്ച് മാതാപിതാക്കൾ ഒരുപാട് ജാഗ്രത എടുക്കാറുണ്ട്. അങ്ങനെ ശിംശോനെ ചെറുപ്പം മുതലേ ഭക്തിയിൽ വളർത്തിക്കൊണ്ടുവന്നു. മാതാപിതാക്കൾ നന്നായിട്ട് തന്നെയാണ് വളർത്തിക്കൊണ്ടുവന്നത്. ഇന്ന് മക്കൾ വഴിതെറ്റിപ്പോയാൽ മാതാപിതാക്കളെയാണ് എല്ലാവരും കുറ്റം പറയുന്നത്. ശരിയാണോ അല്ലയോ? അവരെ എത്ര ജാഗ്രതയോടെ വളർത്തിയാലും എത്ര കൃത്യനിഷ്ഠയോടെ നാം വളർത്തിക്കൊണ്ട് വന്നാലും അവർ വളർന്ന് മുതിർന്ന മക്കളായി തീരുന്നതായ സമയത്ത് നാം അവരുടെ ജീവിതത്തിൽ ഇട്ടുകൊടുത്തതായ അടിസ്ഥാനം അവരുടെ ജീവിതത്തിൽ അവരെ അത് സഹായിക്കും എന്ന് അല്ലാതെ ഒരിക്കലും അവർക്ക് അതൊരു ഭാവിയായിട്ട് മാറുകയില്ല. മക്കളെ നാം ജനിപ്പിച്ചെങ്കിലും മക്കളുടെ ഭാവിയെ നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല. ഒരു പരിധിവരെ നമുക്ക് മക്കളെ വളർത്തുവാനായിട്ട് കഴിയുകയുള്ളൂ. അമ്മയുടെ ഉദരത്തിൽ മുതലാണ് നീ ഒരു കുഞ്ഞിനെ വളർത്തിക്കൊണ്ട് വരുന്നത്. ഹേ മാതാവേ, നിന്റെ ഉദരത്തിൽ ആയിരിക്കുന്നത് മുതൽ നിന്റെ മക്കളുടെ മേൽ നിനക്ക് സ്വാധീനമുണ്ട്. നീ ഗർഭിണിയായിരിക്കുന്ന സമയത്ത് അയ്യോ അയ്യോ എന്ന് നിലവിളിക്കുകയാണെങ്കിൽ നിന്റെ കുഞ്ഞും അയ്യോ അയ്യോ എന്ന് നിലവിളിക്കും. അവൻ പാലിനു വേണ്ടി കരഞ്ഞാലും ദേശം മുഴുവൻ കേൾക്കാനിടയാകും. നീ ഗർഭവതിയായിരിക്കുന്ന സമയത്ത് പ്രാർത്ഥിക്കുന്ന ഒരു മാതാവാണെങ്കിൽ നിന്റെ കുഞ്ഞ് ജനിക്കുമ്പോൾ ആരോഗ്യത്തോടെ ഉന്മേഷത്തോടെ ഇരിക്കും. എത്രയോ കൊച്ചു കുഞ്ഞുങ്ങളാണ് കൈയടിച്ച് ദൈവത്തെ പാടി സ്തുതിക്കുന്നത്. ഒരു മാതാവിന് കുഞ്ഞിൻ്റെ മേൽ വലിയ സ്വാധീനമുണ്ട്. എന്നാൽ കുഞ്ഞുങ്ങൾ വളർന്നൊരു 5, 6, 7 പ്രായമൊക്കെ ആകുമ്പോൾ ഡാഡി, ഞാനിനി ഡാഡിയുടെ പാർട്ടിയാണെന്ന് പറയും. ആരുടെ പാർട്ടിയാണ്? ഡാഡിയുടെ പാർട്ടി. ഡാഡി, എനിക്കും അത് വാങ്ങിത്തരാമോ? എനിക്കും തരാമോ ഡാഡി? എന്താണ്, സിഗരറ്റാണോ? നീ ഒരു മദ്യപാനിയാണ് എങ്കിൽ നിന്റെ മകനും ഒരുപക്ഷെ നിന്നോട് ചോദിക്കും, ഡാഡി എനിക്ക് തരാമോ? മമ്മി എപ്പോഴും പാല് മാത്രമാണ് തരുന്നത്. ഡാഡിയാണെങ്കിൽ ചുവന്ന ദ്രാവകം കുടിക്കുന്നു, ഇല്ലേ? പിതാവിന്റെ പ്രവൃത്തി മക്കളെ ബാധിക്കും. നിങ്ങളവരുടെ ഹീറോയാണ്. പ്രത്യേകിച്ച് പെൺകുട്ടികളാണെങ്കിൽ അപ്പനായിരിക്കും ഹീറോ. ഈ കാലത്ത് കൊച്ചുകുട്ടികളും ചെറിയ ആൺകുഞ്ഞുങ്ങളും ഒരു പ്രായം വരെ ഡാഡിയാണ് അവരുടെ ഹീറോ ആയിരിക്കുന്നത്. എൻ്റെ ഡാഡിയോട് ഞാൻ പറഞ്ഞു കൊടുക്കും, എൻ്റെ ഡാഡി എന്ന് എപ്പോഴും പറയുന്നത് നിങ്ങൾ കേട്ടിട്ടില്ലേ? ആ ഡാഡി നല്ലവനായിരുന്നാൽ കൊള്ളാം, അല്ലെങ്കിൽ ഡാഡിയുടെ അവൃത്തികെട്ട സ്വഭാവവും രീതികളുമെല്ലാം മക്കളിലും കാണാനിടയാകും. നിങ്ങൾ വളർത്തി വലുതാക്കിയ കുഞ്ഞുങ്ങൾക്ക് പ്രായം 17, 18 ഒക്കെ ആകുമ്പോൾ നിങ്ങളുടെ 2 പേരുടെയും ജീവിതം അവരെ സ്വാധീനിക്കും. ആ സമയത്ത് നിങ്ങളെ 2 പേരെയും അവൻ അനുസരിക്കില്ല. അവൻ പറയും, ഞാനാണ് ഹീറോ, ഐ ആം ദ ഹീറോ. ഞാൻ പ്രായപൂർത്തിയായിരിക്കുന്നു, ഞാൻ മുതിർന്നു കഴിഞ്ഞിരിക്കുന്നു. എന്താണ്, ഞാൻ കൊച്ചുകുഞ്ഞാണെന്നാണോ വിചാരിക്കുന്നത് എന്ന് പലപ്പോഴും നിങ്ങളുടെ കുട്ടികൾ പറയാറില്ലേ? അപ്പോൾ മമ്മിയേക്കാൾ എനിക്കിപ്പോൾ ഉയരമുണ്ട്. മമ്മിക്ക് എന്തറിയാം? നിങ്ങളൊക്കെ പഴയ ആളുകളല്ലേ. കമ്പ്യൂട്ടറിൽ എന്തൊക്കെയുണ്ടെന്ന് മമ്മിക്ക് അറിയാമോ? ഫോൺ തുടരുതെന്ന് ഡാഡി പറഞ്ഞല്ലോ. ഡാഡിക്കറിയാമോ ഫോണിൽ എന്തൊക്കെയുണ്ട് എന്ന്? എല്ലാം അതിലുണ്ട്. നോക്കൂ, ഇന്റർനെറ്റ് വന്നതിന് ശേഷം ലോകം മുഴുവനും കുട്ടികളുടെ മുൻപിലേക്ക് തുറന്നു വന്നിരിക്കുകയാണ്. ഇപ്പോൾ നോക്കുക എന്തൊക്കെയാണ്. ഓൺലൈൻ ക്ലാസ്സസ് എല്ലാം അങ്ങനെ കമ്പ്യൂട്ടറിൽ തന്നെയാണ് നടക്കുന്നത്. സർക്കാരും എല്ലാവർക്കും വാങ്ങിച്ചു കൊടുക്കുകയാണ്. എന്തൊക്കെയാണ്? ഐപാഡുകളും കമ്പ്യൂട്ടറുകളും എല്ലാം. കാണുക, ഫ്രീ ഇന്റർനെറ്റ്. എന്താണ് കാണുന്നത്? അവർ ക്ലാസുകൾ കാണുമോ? അത് ലോകം മുഴുവനും കണ്ടിട്ട് വരുമോ? ഒരു വ്യക്തി പ്രായപൂർത്തിയാകുമ്പോൾ ശരിയായ ഒരു തീരുമാനം അയാൾക്കെടുക്കണമെങ്കിൽ ചെറുപ്പത്തിലുണ്ടായിരിക്കുന്ന അടിസ്ഥാനം വലുതായിരിക്കണം. യൗവനപ്രായത്തിലായിരിക്കുന്നതായ മക്കൾ തീർച്ചയായും ഇടറി വീഴുവാനിടയായും. യൗവനക്കാർ ഇടറി വീഴുമെന്ന് ദൈവത്തിന്റെ വചനത്തിൽ പറയുന്നുണ്ട്. എന്നാൽ നീ ഇട്ടിരിക്കുന്നതായ അടിസ്ഥാനം, നീ ചെയ്തതായ പ്രാർത്ഥന, നിന്റെ വളർത്തലിന്റെ രീതി, അതുപോലെ അവന്റെ മേലുള്ള ദൈവത്തിന്റെ പദ്ധതി, ഇവയെല്ലാം കൊണ്ട് അവൻ വീണു പോകാതെ ദൈവത്തിന്റെ മുമ്പിൽ താഴ്മയോടെ ജീവിക്കും. അവനൊരു പക്ഷേ പാപം ചെയ്തേക്കാം, എന്നാൽ പാപത്തിൽ അവൻ കണ്ടിന്യൂ ചെയ്യില്ല. യൗവനപ്രായത്തിലേക്ക് വരുമ്പോൾ ഈ ലോകത്തിന്റെ പാപത്തെ ഒരുപക്ഷെ അവൻ രുചിച്ചു നോക്കിയേക്കാം, എന്നാൽ അവൻ ആ പാപത്തിൽ പിന്തുടരുകയില്ല എന്നതാണ് വാസ്തവമായിട്ടുള്ളതായ കാര്യം.
ഇവിടെ ശിംശോനെ നോക്കോ, വളരെ വ്യത്യസ്തതയുള്ളതായ ഒരു കഥാപാത്രമാണ്. വളരെ കൃത്യതയോടുകൂടി, വളരെ നിഷ്ഠയോടുകൂടിയാണ് വളർത്തിക്കൊണ്ട് വന്നത്. മാതാപിതാക്കൾ നല്ല ഭക്തിയുള്ളവരായ ആളുകളാണ്. അവർ വളരെ കൃത്യതയോടെ ചിട്ടയോടെ വളർത്തി ദൈവത്തിനു വേണ്ടി സമർപ്പിക്കുവാനിടയായി. ന്യായാധിപന്മാർ 13:24 മുതൽ വായിക്കുമ്പോൾ, അനന്തരം സ്ത്രീ ഒരു മകനെ പ്രസവിച്ചു, അവന് ശിംശോൻ എന്ന് പേരിട്ടു. ബാലൻ വളർന്നു, യഹോവ അവനെ അനുഗ്രഹിച്ചു. സോരയ്ക്കും എസ്തായോലിനും മധ്യേയുള്ള മഹനേദാനിൽ വെച്ച് യഹോവയുടെ ആത്മാവ് അവനെ ഉദ്യമിപ്പിച്ച് തുടങ്ങി. ദൈവത്തിനു വേണ്ടി അവനെ പ്രതിഷ്ഠിച്ചു. ദൈവം അവനെ അനുഗ്രഹിക്കുന്നു. ദൈവം അവന് പ്രേരണ കൊടുക്കുകയാണ്. ദൈവം അവനെ അഭിഷേകം ചെയ്തു. ദൈവത്തിൻ്റെ ശക്തി അവൻ്റെ മേൽ നിലനിൽക്കുന്നുണ്ട്. ആ പ്രദേശത്തേക്ക് ശിംശോൻ വരുന്നുവെന്ന് കേൾക്കുമ്പോൾ ശത്രു കിടുങ്ങി വിറയ്ക്കാനിടയാകും. അതായത് അവനൊരു സാധാരണ വ്യക്തിയായിരുന്ന സമയത്തും അവിടെ നോക്കുന്ന സമയത്ത് അവന് ഒരുപാട് കായബലമൊക്കെ ഉള്ളതായിട്ട് കാണുന്നു. എന്നാൽ യഥാർത്ഥത്തിൽ അവൻ്റെ ശരീരത്തിൻ്റെ ബലമല്ല, അവന് കിട്ടിയിരിക്കുന്നതായ ജ്ഞാനം കൊണ്ട് അല്ല, സൈന്യത്താലുമല്ല, ശക്തിയാലുമല്ല, ഇത് എൻ്റെ ആത്മാവ് കൊണ്ടാണ്. ഒരുപക്ഷെ ശിംശോന് നല്ല കായബലം ഉണ്ടായിരുന്നിരിക്കാം. എന്നാൽ അവൻ്റെ ശരീരത്തിൻ്റെ ആരോഗ്യം കൊണ്ട് അവനൊന്നും ചെയ്യുവാൻ കഴിയില്ല എന്നവനെ അവസാനത്തെ നാളുകളിൽ മനസ്സിലാക്കാനിടയായി. തനിക്ക് എന്തെങ്കിലും ചെയ്യുവാൻ കഴിഞ്ഞിരുന്നുവെങ്കിൽ അത് ആത്മാവിൻ്റെ ബലത്താൽ, ആത്മാവിൻ്റെ ശക്തിയാലാണ് അവൻ ചെയ്തത്. ഇന്ന് നാം എല്ലാവരും അത് മനസ്സിലാക്കേണ്ടതാണ്. നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും നാം ദൈവത്തിന് വേണ്ടി ചെയ്യുവാനായിട്ട് കഴിഞ്ഞിരിക്കുന്നുണ്ട് എങ്കിൽ, യഥാർത്ഥത്തിൽ ദൈവത്തിനു വേണ്ടി ജീവിക്കുവാനും കഴിയുന്നുണ്ടെങ്കിൽ, അത് നിന്റെ ശക്തി കൊണ്ടോ നിന്റെ ബലം കൊണ്ടോ ജ്ഞാനം കൊണ്ടുമല്ല, അത് ദൈവത്തിൻ്റെ വലിയ കൃപ കൊണ്ടാണ്, ദൈവശക്തി കൊണ്ടാണ്. അതെപ്പോഴാണ് നാം മറന്നു പോകുന്നത്, അവിടെ നമ്മുടെ ജീവിതത്തിൻ്റെ നാശം തുടങ്ങുകയാണ്. കഴുതയുടെ പിന്നാലെ നടക്കുകയാണ് ആരാണ് പയ്യൻ? കഴുതയെ അന്വേഷിച്ച് നടക്കുന്നതായ ഒരു പാവം പയ്യൻ. ധനവാനായിരുന്നു, കഴുതയുടെ വ്യാപാരം ഉണ്ടായിരുന്നു എന്നാണ് ചിന്തിക്കുന്നത്. ബിസിനസ് എന്ന് പറയുമ്പോൾ പണക്കാരനാണെന്നാണ് ചിന്തിക്കുന്നത്. കാറ് വിൽക്കുന്ന ആളുകൾ, വസ്തു വിൽക്കുന്ന ആളുകൾ, റിയൽ എസ്റ്റേറ്റ് എന്ന് പറയുമ്പോൾ വലിയൊരു ബിസിനസ്സുകാരനാണെന്നാണ് പറയുന്നത്. അത് കള്ളത്തരം കാണിക്കുന്നത്, അതിനെക്കുറിച്ച് റിയൽ എസ്റ്റേറ്റ് എന്ന് വിളിക്കുന്നു. ചിലരോട് ഞാൻ ചോദിക്കാറുണ്ട്, റിയൽ എസ്റ്റേറ്റ് ആണോ ബ്രദർ? അതേന്ന് പറയുമ്പോൾ റിയലായിട്ട് തന്നെ നിങ്ങൾ ചെയ്യുന്നുണ്ടോ എന്ന് ചോദിക്കും. എത്ര ഭയങ്കരമായ തട്ടിപ്പുകളാണ് ഇന്ന്! എത്ര രീതിയിലാണ് ജനത്തെ വഞ്ചിച്ചുകൊണ്ട് ആളുകൾ ഓരോരോ കുതന്ത്രങ്ങളിൽ കൂടി ജനത്തെ കബളിപ്പിക്കുന്നത്. പണക്കാരനാകണമെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യണമെന്നാണ് ഒരാൾ പറഞ്ഞത്. ലോകത്തിലെ പേരെന്തിന്? നിനക്ക് എത്ര കാറുണ്ടെങ്കിലും എത്ര വസ്തുവുണ്ടെങ്കിലും എന്ത് പ്രയോജനമാണ്? ചിലർ പറയാറുണ്ട്, എപ്പോഴും ഞങ്ങൾക്ക് കടമുണ്ടായിരിക്കണം, അപ്പോൾ മാത്രമേ ഞങ്ങൾക്ക് നന്നായിരിക്കാൻ കഴിയുള്ളൂ. കാരണം ടാക്സ് കൊടുക്കാതിരിക്കുന്നതിന് വേണ്ടി കടമുണ്ടായിരിക്കണം, ടാക്സ് കൊടുക്കാതിരിക്കാൻ കടമുണ്ടായിരിക്കണം. എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ കൈക്കൂലി കൊടുക്കണം. അതുപോലെ കൈക്കൂലി വാങ്ങുന്ന ഉദ്യോഗസ്ഥന്മാർ ജീവിതത്തിൽ ആർക്കും തന്നെ ഒരു വ്യക്തിത്വമില്ലാതായിരിക്കുന്നു. കുറച്ച് കഴിച്ചിട്ട് സുഖമായിട്ട് കിടക്കുന്നതാണോ നല്ലത്? ഒരുപാട് ആഹാരം കഴിച്ചിട്ട് ഉറക്കം പോലും വരാതെ ദുഃഖിക്കുന്നതാണോ നന്മ? ലോകത്തിൻ്റെ ആശയും ലോകത്തിൻ്റെ പണവും ലോകത്തിൻ്റെ ആഡംബരങ്ങളും നമ്മയെല്ലാം ബലഹീനരാക്കി മാറ്റുക മാത്രമാണ് ചെയ്യുന്നത്. ശിംശോന് കിട്ടിയ ശക്തി ദൈവത്തിൻ്റെ പക്കൽ നിന്നാണ്. ഫെലിസ്ത്യയിലെ തിമ്നയിലേക്ക് ഒരു ദിവസം ശിംശോൻ പോകുന്നതായ സമയത്ത് അവിടെ തിമ്നയിൽ ഒരു ഫെലിസ്ത്യ പെൺകുട്ടിയെ കാണുവാൻ ഇടയാകുന്നു. പിന്നീട് ഞാനൊരു പെൺകുട്ടിയെ കണ്ട് ഇഷ്ടപ്പെട്ടു, എനിക്ക് വിവാഹം കഴിച്ചു തരണമെന്ന് മാതാപിതാക്കളോട് വന്ന് പറയുകയാണ്. ഈ കാലത്തിലാണെങ്കിൽ അതുപോലും പറയില്ല. ശരിയല്ലേ? ശിംശോന് ഈ വിഷയത്തെക്കുറിച്ച് മാത്രം നമുക്ക് കുറച്ച് ക്രെഡിറ്റ് കൊടുക്കാം, അല്ലേ? ഞാൻ ഒരുവളെ കണ്ടിഷ്ടപ്പെട്ടു, എനിക്ക് വിവാഹം കഴിച്ച് നൽകണം. ആ സ്ഥാനത്ത് നിങ്ങളാണെങ്കിൽ എന്തു ചെയ്യും? അപ്പോൾ തന്നെ കഴിപ്പിച്ചു കൊടുക്കുമോ? എന്താണ്? ദൈവഭക്തിയുള്ള ആളുകൾ വിവാഹത്തെക്കുറിച്ചുള്ള കാര്യത്തിൽ വളരെ ശ്രദ്ധിച്ചായിരിക്കും തീരുമാനങ്ങൾ എടുക്കുന്നത്. മനോഹയും ഭാര്യയും നല്ല ദൈവവിശ്വാസികൾ ആയിരുന്നു. എന്താടാ മോനെ ഇത്? ഇസ്രായേലിൽ പെൺകുട്ടികളില്ലേ? ഇസ്രായേലിൽ നല്ല സുന്ദരികളായ പെൺകുട്ടികളുണ്ട്. ഇസ്രായേലിലെ പെൺകുട്ടികൾക്ക് ദൈവഭക്തിയുള്ളവരാണ്. നിന്നെ ഏതു ജനത്തെ ജയിക്കാനാണോ ദൈവം അയച്ചത്, നിന്നെക്കുറിച്ചുള്ള ദൈവത്തിന്റെ ഉദ്ദേശം നീ മനസ്സിലാക്കാതെ ഫെലിസ്ത്യ പെൺകുട്ടിയെ മാത്രമേ നിനക്കിപ്പോൾ വിവാഹം കഴിക്കുവാൻ സാധിക്കുകയുള്ളൂ.
വേണ്ട മോനെ. ദൈവത്തിൻ്റെ വചനം പറയുന്നുണ്ട്. എന്താണ്? ശലോമനായ ജ്ഞാനി പോലും അതാണ് ചെയ്യുന്നത്. എന്താണ് വചനം പറയുന്നത്? 1 രാജാക്കന്മാർ 11:1 വാക്യം. ശലോമോൻ രാജാവ് ഫറവോന്റെ മകളെ കൂടാതെ മോവാബ്യർ, അമോന്യർ, ഏദോമ്യർ, സീദോന്യർ, ഹിത്യർ എന്നിങ്ങനെ അന്യജാതിക്കാരിത്തികളായ അനേക സ്ത്രീകളെയും സ്നേഹിച്ചു. നിങ്ങൾക്കു അവരോട് കൂടിക്കലർച്ച അരുത്, അവർക്ക് നിങ്ങളോടും കൂടിക്കലർച്ച അരുത് എന്ന് ദൈവം ഇസ്രായേലിനോട് പറഞ്ഞിരുന്നു. അവർ നിങ്ങളുടെ ഹൃദയത്തെ തങ്ങളുടെ ദേവന്മാരിലേക്ക് വശീകരിച്ചു കളയുമെന്ന് യഹോവ ഇസ്രായേൽ മക്കളോട് അരുളിച്ചെയ്ത അന്യജാതികളിൽ നിന്നുള്ളവരെ തന്നെ അവരോട് ശലോമോൻ സ്നേഹത്താൽ പറ്റിച്ചേർന്നിരുന്നു. അവന് 700 കുലീനപത്നികളും 300 വെപ്പാട്ടികളും ഉണ്ടായിരുന്നു. അവരുടെ ഭാര്യമാർ അവന്റെ ഹൃദയത്തെ കഷ്ണം കഷ്ണമായിട്ട് മുറിച്ചു തിന്നു. എന്താണ്? ഒരു ഭാര്യയെപ്പോലും ശരിയായിട്ട് പോറ്റുവാൻ കഴിയാതെ എത്രയോ ആളുകളാണിന്ന് കഷ്ടത അനുഭവിക്കുന്നത്. അയ്യോ, എന്തു ചെയ്യാനാണ്? എൻ്റെ ഭാര്യയെ കൊണ്ട് ഒരു സമാധാനമില്ല, ഏതു സമയത്തും വഴക്കാണ്. പണ്ടുകാലത്ത് ഭർത്താവിന് ഭാര്യയെക്കുറിച്ചായിരുന്നു സംശയം. ഇപ്പോഴുള്ള ഭാര്യമാർ ഭർത്താക്കന്മാരെയാണ് സംശയിക്കുന്നത്. ഇപ്പോൾ എത്രയേ സമയം, ഇപ്പോൾ വരെയും എവിടെയായിരുന്നു, ആരുണ്ടായിരുന്നു കൂടെ? അപ്പോൾ 1000 പേരെ ഭാര്യമാരാക്കിയിട്ട് എങ്ങനെയാണ് പാവം ജീവിച്ചത്? ഭാര്യമാർ തമ്മിൽ മത്സരിച്ച് വഴക്കുണ്ടാക്കിയിട്ട് അവിടെ പോകരുത്, എൻ്റെ അടുക്കൽ താമസിക്കണമെന്ന് പറഞ്ഞ് 2 ഭാര്യമാർ ചേർന്ന് കൈപിടിച്ച് വലിക്കുകയാണെങ്കിൽ എന്ത് സംഭവിക്കും? ബോധമില്ലാത്തവർ. ശലോമനെ പോലെ ഞാനും അങ്ങനെ തന്നെ ചെയ്യുമെന്ന് ആരോ പറയാനിടയായി. ചെയ്തു നോക്ക്, അപ്പോൾ അറിയാം വിവരം. അവസാനം പറയുകയാണ്, ഇപ്പോൾ സത്യം മനസ്സിലായിരിക്കുന്നു. അവസാനം പ്രായമായതിനു ശേഷം, വൃദ്ധനായ ശേഷം പറയുകയാണ്, എല്ലാം വ്യർത്ഥമാണ്, സത്യം ഇപ്പോൾ മനസ്സിലാക്കിയിരിക്കുന്നു. ബോഷയായ ഭാര്യയോടൊപ്പം ജീവിക്കുന്നതിനേക്കാൾ, കലഹക്കാരിയായിരിക്കുന്ന ഭാര്യയോടൊപ്പം ജീവിക്കുന്നതിനേക്കാൾ നല്ലത്, ബോഷയായ ഭാര്യയോടൊപ്പം ജീവിക്കുന്നതിനേക്കാൾ നല്ലത്. 1000 പേരിൽ ഒരാളെപ്പോലും ഗുണവതിയായിട്ട് കാണാൻ കഴിയുന്നില്ല. എന്തൊരു മനുഷ്യനാണ്! വിവാഹ വിഷയത്തിൽ മാത്രം അനാവശ്യമായ ചിന്തകൾക്കും അനാവശ്യമായ വിചാരങ്ങൾക്കും ഇടം കൊടുക്കരുത്. ഇത്രയും വലിയ ശംശോന്റെ ജീവിതത്തിൽ, ഇത്രയും ശക്തിയുള്ള കഴിവുള്ള ശംശോന്റെ ജീവിതത്തിൽ വലിയൊരു ബ്രേക്ക് ഡൗൺ ഉണ്ടായി. ദൈവത്തിന്റെ പദ്ധതിയിൽ നിന്ന് റൂട്ട് മാറിപ്പോകാൻ കാരണമറിയാമോ? വിവാഹ വിഷയത്തിൽ തെറ്റായ തീരുമാനമെടുത്തു. പുറമേയുള്ള അഴകാണ് നോക്കിയത്. എനിക്ക് ആ പെൺകുട്ടിയെ വിവാഹം കഴിക്കണം. വേണ്ട. എന്തുകൊണ്ട് വേണ്ട? എനിക്കവളെ ഇഷ്ടമായി. ആ വചനമെന്ന് ശ്രദ്ധിക്കുക, വായിക്കുക. ഇന്നുള്ള പെൺകുട്ടികളും ആൺകുട്ടികളും ഈ വചനം ഒരുപാട് വായിക്കാറുണ്ട്. എനിക്കിഷ്ടമാണ് മമ്മി, ഞങ്ങൾക്ക് 2 പേർക്കും തമ്മിൽ സ്നേഹമാണ് ഡാഡി, അവളെ കൂടാതെ എനിക്ക് ജീവിക്കുവാൻ കഴിയുകയില്ല. പോയി ചാക്. കല്യാണം കഴിച്ചിട്ട് മരിക്കുന്നതിനേക്കാൾ അതിനു മുമ്പേ മരിക്കുന്നതല്ലേ ഏറ്റവും നല്ലത്. ഒരു 6 മാസം കഴിഞ്ഞിട്ട് വന്ന് പറയും, ഇവളോടൊപ്പം എനിക്ക് ജീവിക്കുവാൻ കഴിയുകയില്ലെന്ന്. അതേ ഡയലോഗ്. എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? അതുകൊണ്ട് വിവാഹ വിഷയത്തിൽ നിങ്ങൾ എടുത്തുചാടി തീരുമാനങ്ങൾ എടുക്കരുത്. നിങ്ങൾ വളരെ ജാഗ്രതയോടെ ആയിരിക്കണം. അതുപോലെ നിങ്ങളുടെ ഇഷ്ടങ്ങൾക്ക് വേണ്ടി ദേവദാസന്മാരെ നിങ്ങൾ നിർബന്ധിപ്പിക്കരുത്. എന്തിനാണ് നിങ്ങൾ ചെയ്യുന്ന പാപത്തിൽ ഞങ്ങളെയും ഭാഗവാക്കാക്കി മാറ്റുന്നത്? എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമ്പോൾ സഭയാണ് കല്യാണം കഴിപ്പിച്ചു തന്നത്, ദേവദാസനാണ് ചെയ്തത് എന്ന് പറഞ്ഞിട്ട് കുറ്റം സഭയുടെ മേലും ഇടുന്നു. ഈ മാതാപിതാക്കൾ ഒന്നും പറഞ്ഞില്ല. എനിക്കിഷ്ടമായതുകൊണ്ട് അവളെ വിവാഹം കഴിച്ചു നൽകണം. വേണ്ട മോനെ എന്ന് പറഞ്ഞപ്പോൾ പോയിട്ട് വിവാഹം കഴിച്ച്, ആ കാലത്ത് വിവാഹം എന്ന് പറയുമ്പോൾ വലിയ വിരുന്ന് നടക്കും. എത്ര ദിവസമാണ്? 7 ദിവസം. 7 ദിവസം. 14-10 വാക്യം നോക്കുക. അങ്ങനെ അവൻ്റെ അപ്പൻ ആ സ്ത്രീയുടെ വീട്ടിൽ ചെന്നു. ശിംശോൻ അവിടെ ഒരു വിരുന്ന് കഴിച്ചു. യൗവനക്കാർ അങ്ങനെ ചെയ്യുക പതിവായിരുന്നു. നോക്കുക എന്താണ് എഴുതിയിരിക്കുന്നത് ഇവിടെ. എന്താണ്? 2 പേരും പോയല്ലോ. പോകാതിരിക്കാൻ പറ്റുമോ? സ്വന്തം മകനായി പോയില്ലേ? പാസ്റ്ററും കൂടെ പോയിരുന്നിരിക്കാം. എന്താണ്, ശരിയല്ലേ? നിങ്ങളെ മാതാപിതാക്കളാണോ കൂടുതൽ സ്നേഹിക്കുന്നത്, അതോ ദേവദാസന്മാരാണോ കൂടുതൽ സ്നേഹിക്കുന്നത് എന്ന് വിചാരിക്കുന്നത്? പാസ്റ്റർമാരില്ലാതെ എങ്ങനെയാണ് വിവാഹം നടക്കുന്നത്? അങ്ങനെ ഞങ്ങളെയും പറഞ്ഞ് ബെൻഡ് ചെയ്തുകൊണ്ട് മാതാപിതാക്കളോടൊപ്പം ഞങ്ങളെയും കൂട്ടിക്കൊണ്ടു പോവുകയാണ് നിങ്ങൾ ചെയ്യുന്നത്. അതെ, അതാണ്. ഒരിക്കലും സ്നേഹിക്കരുത് എന്ന് ഞാൻ പറയുന്നില്ല, ശരിയല്ലേ?
ഞാൻ മാറ്റിയെടുത്തോളാം അങ്കിൾ, മാറ്റിയെടുത്തുകൊള്ളാം എന്ന് പറഞ്ഞുകൊണ്ടാണ് വിവാഹം കഴിക്കുന്നതായ സമയം. എന്താണ് മകളെ, മാറ്റിയെടുക്കാമെന്നാണല്ലോ പറഞ്ഞത്. 2 മാസം ചർച്ചിൽ വന്നിട്ട് ഇപ്പോൾ നിന്റെ ഭർത്താവ് വരുന്നില്ലല്ലോ. അയ്യോ, വരുന്നില്ലെന്ന് പറയുന്നു ബ്രദർ. വരാൻ പറ്റില്ലെന്ന് പറയുന്നു. വരുന്നില്ലെന്ന് പറയുമ്പോൾ ഉറക്കെ ചോദിക്കുമ്പോൾ നീയും പോകണ്ട എന്ന് പറയുന്നു. ഇപ്പോൾ ഞാൻ എന്താണ് ബ്രദർ ചെയ്യേണ്ടത്? ഇപ്പോൾ കരഞ്ഞിട്ട് എന്താണ് പ്രയോജനം മോളെ? പാവം ശിംശോൻ 7 ദിവസം വിരുന്ന് കൊടുത്തു എന്ന് പറയുന്നു. അങ്ങനെയുള്ള വിരുന്നിനെക്കുറിച്ച് ബൈബിളിൽ പറയുന്നുണ്ടോ? എന്തെല്ലാം വിരുന്നുകളാണ് ഈ കാലത്ത് നടക്കുന്നത്. എന്തൊക്കെ തിന്നുന്നു, കുടിക്കുന്നു, അതുപോലെ സംഗീതം കേൾക്കുന്നു, അതുപോലെ ഡാൻസ് കളിക്കുന്നു, വലിയ വലിയ ഓർക്കസ്ട്ര ആളുകളെ കൂട്ടിക്കൊണ്ട് വരുന്നു, അതുപോലെ വീഡിയോ പിടിക്കുന്നു. ഇതിൻ്റെയെല്ലാം ചിലവുകൾക്ക് ലക്ഷങ്ങളാണ് ഇന്നാളുകൾ ചിലവാക്കിക്കൊണ്ടിരിക്കുന്നത്. ആലയത്തിൽ വെച്ച് വിവാഹം നടത്തിക്കൊള്ളൂ എന്ന് പറയുമ്പോൾ ചോദിക്കും, എങ്കിൽ ആലയം ഫ്രീ ആയിട്ട് നൽകാമോ? നമ്മുടെ സഭയിൽ ആഹാരം വയ്ക്കുന്നതിന് വേണ്ടി അവർക്ക് സ്ഥലം കിട്ടാത്തത് കൊണ്ടാണ്. അല്ലെങ്കിൽ ഇന്ന് വിവാഹത്തിൻ്റെ സത്രമായി പോയേനെയും. ഇന്ന് അനേകം സഭകൾ നോക്കുമ്പോൾ അത് വിവാഹത്തിൻ്റെ ഫംഗ്ഷൻ ഹാളായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. വെളിയിലുള്ള ആളുകളുടെ വിവാഹത്തിന് പോലും സഭകൾ കൊടുക്കുന്ന ആളുകളുണ്ട്. എനിക്കത് ഇഷ്ടമാകുന്നില്ല. ഞാൻ ഒരിക്കലും നമ്മുടെ സഭ അങ്ങനെയുള്ള വിവാഹ കാര്യങ്ങൾക്ക് വേണ്ടിയൊന്നും ഇതുവരെ കൊടുത്തിട്ടില്ല. വിരുന്ന് കഴിക്കുവാൻ വേണ്ടി, നിനക്ക് ആഹാരം കഴിക്കുവാൻ വേണ്ടി നിനക്ക് സ്വന്തമായിട്ട് വീടുണ്ടല്ലോ. ആരാണങ്ങനെ പറഞ്ഞത്? അദ്ദേഹമാണ് പറഞ്ഞത്. ദൈവത്തിൻ്റെ ആലയം സകല വ്യക്തികൾക്കും എന്താണ്? ആഹാരാലയമാണോ? പ്രാർത്ഥനാ മന്ദിരമെന്നാണ് പറയുന്നത്. കൂട്ടായ്മ ഉണ്ടായിരിക്കണം. ദൈവമക്കൾ എല്ലാവരും ചേർന്ന് ആഹാരം കഴിക്കണം, നല്ലതാണ്. എന്നാൽ ഒരിക്കലും ഒരു ആലയത്തിൻ്റെ വിശുദ്ധിയെ നഷ്ടപ്പെടുത്താൻ പാടില്ല. 7 ദിവസം ലോകക്കാരെ പോലെ, മറ്റുള്ള ആളുകളെ പോലെ വിരുന്നു കൊടുക്കുവാനിടയായി. സ്വന്തം മകനാണ്. രാവും പകലും കഷ്ടപ്പെട്ട് പൊന്നുപോലെ വളർത്തിക്കൊണ്ടുവന്നതായ സ്വന്തം മകൻ്റെ വിവാഹക്കാര്യത്തെക്കുറിച്ചാണ് പറയുന്നത്. മക്കൾക്ക് നല്ല വിദ്യാഭ്യാസം കൊടുത്ത്, നല്ല വസ്ത്രങ്ങൾ വാങ്ങിക്കൊടുത്ത്, നല്ല വാഹനങ്ങളൊക്കെ വാങ്ങിക്കൊടുത്ത്. കഴിഞ്ഞ ദിവസം ഒരാൾ എനിക്ക് വാട്സപ്പ് ചെയ്തു, 1,00,000 രൂപ വേണം മകൾക്ക് ഫീസ് കൊടുക്കാനാണ് എന്ന് പറഞ്ഞ്. ഒരു കൊച്ചുകുട്ടിയെ പഠിപ്പിക്കാൻ പോലും ലക്ഷക്കണക്കിന് രൂപയാണ് ഈ കാലത്ത് ചിലവാകുന്നത്. കൊച്ചുകുട്ടികളെ പഠിപ്പിക്കാൻ പോലും ലക്ഷങ്ങൾ ചിലവാക്കുമ്പോൾ, ഞാൻ പഠിച്ചിരുന്നതായ സമയത്ത് ഒരു 10,000 രൂപ ഡോക്ടറിന് പഠിക്കാൻ വേണ്ടി ചിലവാക്കാൻ പറഞ്ഞപ്പോൾ എൻ്റെ പിതാവ് മടി കാണിച്ചു. ഞാൻ ഡിഗ്രിക്ക് പഠിക്കുന്ന കാലത്താണ് ഒരു ഹെർക്കുലീസ് സൈക്കിൾ ആദ്യമായിട്ട് എൻ്റെ പിതാവ് വാങ്ങിത്തന്നത്. ഇപ്പോൾ 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിക്ക് എന്താണ് വേണ്ടത്? ബൈക്കില്ലാതെ ഞാൻ കോളേജിൽ പോകില്ല, ഞാൻ സ്കൂളിൽ പോകത്തില്ല, വാങ്ങിയാലും ഞാൻ സ്കൂളിൽ പോകത്തില്ല. നിങ്ങളെന്താണ് ചിരിക്കുന്നത്? ഞാൻ പറഞ്ഞത് കള്ളമല്ലല്ലോ. ബൈക്ക് വാങ്ങിക്കുന്ന സമയത്ത് പറയും സഭയിൽ കറക്റ്റ് സമയത്ത് വരാൻ കഴിയുന്നില്ല, ഇതിപ്പോൾ ബൈക്കുള്ളത് കൊണ്ട് സമയത്തിന് എത്താമല്ലോ. അതിനുശേഷം നോക്കുമ്പോൾ കാണാൻ ഏറ്റവും താമസിച്ച് വരുന്നത് ഈ ബൈക്ക് വാങ്ങിച്ച വ്യക്തി തന്നെയായിരിക്കും. നോക്കുക, ദൈവം നമുക്ക് എന്ത് നൽകിയാലും, എൻ്റെ ജീവിതത്തിൽ ഞാൻ പഠിച്ച കാര്യമാണ്, നമ്മുടെ ജീവിതത്തിൽ ദൈവം നമുക്ക് എന്ത് നൽകിയാലും അത് ദൈവത്തിൻ്റെ നാമത്തിന് വേണ്ടി തന്നെ ഉപയോഗിക്കുക. ഒരു വിവാഹം നടക്കുമ്പോൾ വിവാഹത്തിൽ ദൈവത്തെയാണ് മഹത്വപ്പെടുത്തേണ്ടത്. അവയാണ് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനമായിട്ട് കാണേണ്ടത്. വിരുന്നുകളും ആഘോഷങ്ങളുമല്ല ക്രിസ്ത്യാനിയുടെ ജീവിതം. ദൈവത്തെക്കുറിച്ച് പ്രസംഗിക്കുന്നതാണ്. സമയത്തും അസമയത്തും സുവിശേഷം പ്രസംഗിക്കുവാൻ ഒരുങ്ങിയിരിക്കുക എന്ന് വചനം പറയുന്നു. അങ്ങനെ ദൈവത്തിൻ്റെ സമ്പൂർണമായ പദ്ധതി നിറവേറ്റാം. എഴുന്നേറ്റ് നിൽക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. വായ് തുറന്ന് പ്രാർത്ഥിക്കുക. അല്പസമയം നാം പ്രാർത്ഥിക്കാൻ പോവുകയാണ്. എല്ലാവരും വായ് തുറന്ന് പ്രാർത്ഥിക്കുക. ഒരു ഭാര്യയായിട്ട്, ഒരു ദൈവത്തിൻ്റെ ദാസിയായിട്ട്, ദൈവമകളായിട്ട്, മകനായിട്ട്, ദൈവത്തിൻ്റെ ദാസനായിട്ട്, സുവിശേഷകനായിട്ട്. കർത്താവ്, നിന്റെ നാമത്തിന് വേണ്ടി ജീവിക്കാമെന്ന് പറയുന്നു. നിന്റെ ജീവിതത്തെക്കുറിച്ച് ദൈവത്തിന് ഒരു കണ്ണ് കാണാത്ത, ഒരു ചെവി കേൾക്കാത്തതായ എത്രയോ വലിയ പദ്ധതികളുണ്ട്. നിന്റെ ജീവിതത്തെക്കുറിച്ച് എത്രയോ ഉന്നതമായ ഉദ്ദേശങ്ങളുണ്ട്. അവയെല്ലാം നന്മയ്ക്ക് വേണ്ടി മാത്രമുള്ളതാണ്, തിന്മയ്ക്ക് വേണ്ടിയുള്ളതല്ല. ദൈവമേ, നിന്റെ ഉദ്ദേശങ്ങൾ എൻ്റെ ജീവിതത്തിൽ നടത്തുമാറാകണമേ. എൻ്റെ ജീവിതത്തിൽ നിന്റെ ഹിതം മാത്രം നടക്കുമാറാകട്ടെ. എൻ്റെ സ്വന്തം അഭിപ്രായങ്ങൾ, എൻ്റെ സ്വന്തം ആഗ്രഹങ്ങൾ, എൻ്റെ സ്വന്തം സന്തോഷങ്ങളെല്ലാം മാറ്റിവെച്ചുകൊണ്ട് നിന്റെ ക്രൂശെടുത്തുകൊണ്ട് നിന്നെ അനുഗമിക്കുവാൻ നീ സഹായിക്കുമാറാകണമേ.
എന്തിനു വേണ്ടിയാണോ ഞാൻ വിളിക്കപ്പെട്ടത് അതിനുവേണ്ടി ഞാൻ ഓടുന്നു. അതുപോലെ പിമ്പിലുള്ളത് മറന്നുകൊണ്ട് മുമ്പിലുള്ളതായ ലാക്കിലേക്ക് ഓടുന്നു എന്ന് പറഞ്ഞതായ പൗലോസിനെ പോലെ ജീവിക്കാൻ ഞങ്ങളെ സഹായിക്കണമേ. എല്ലാവരും വായു തുറന്ന് പ്രാർത്ഥിച്ചാട്ടെ. പ്രാർത്ഥന. കർത്താവേ, നിന്റെ പാദങ്ങളെ പിന്തുടരുവാൻ ഞങ്ങളെ നീ സഹായിക്കണമേ. നിനക്ക് വേണ്ടി ജീവിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. നിന്റെ പദ്ധതികൾ ഞങ്ങളുടെ ജീവിതത്തിൽ നടക്കുവാൻ സഹായിക്കണമേ. ഞങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന മക്കൾ നിന്റെ ദാനമാകുന്നു. ഞങ്ങളുടെ മക്കളിൽ ആരും തന്നെ നശിക്കുവാൻ പാടില്ല. നരകത്തിൽ വീണു പോകുന്നതിന് വേണ്ടി അല്ലല്ലോ നീ ഞങ്ങൾക്ക് മക്കളെ നൽകിയിരിക്കുന്നത്. നിനക്ക് വേണ്ടി ജീവിക്കുവാൻ, നിന്റെ രാജ്യത്ത് നീ കൊടുക്കുന്ന ജീവകിരീടം പ്രാപിച്ച് നിന്റെ നാമത്തിൽ വൻ കാര്യങ്ങൾ ചെയ്യുവാൻ നിന്റെ മക്കളെല്ലാം സഹായിക്കണമേ. ഞങ്ങളുടെ മക്കളെ നിന്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുകയാണ്. ഈ ലോകം നശിച്ചതാണ്. എവിടെ പോയാലും ആകർഷണം മാത്രമാണ്. എവിടെ നോക്കിയാലും മായയും മന്ത്രവും തന്ത്രങ്ങളുമാണ്. എവിടെ നോക്കിയാലും വഞ്ചനകളാണ്. അപകടം പതിയിരിക്കുകയാണ് ചെയ്യുന്നത്. ഞങ്ങളുടെ മക്കളെ കാക്കുവാൻ നീ മാത്രമേ ഞങ്ങൾക്കുള്ളൂ. ഞങ്ങളുടെ മക്കളെ നീ കാത്തു രക്ഷിക്കുമാറാകണമേ. കർത്താവേ, മാതാപിതാക്കളായിരിക്കുന്നതായ ഞങ്ങൾ സഭയായിട്ട്, ദൈവദാസന്മാരായിട്ട് നിന്റെ പാദം പിടിച്ചുകൊണ്ട് ഞങ്ങളുടെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ സഹായിക്കണമേ. കണ്ണുനീരോടെ നിന്റെ രാജ്യത്തിൽ ചേർക്കുവാൻ തക്കവണ്ണം അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ സഹായിക്കണമേ. ഇന്നൊരിക്കൽ കൂടി ഞങ്ങളെ ദർശിക്കണമേ. ഇവിടെയായിരിക്കുന്ന അമ്മമാരെ സമർപ്പിക്കുന്നു. അവരുടെ ജീവിതത്തിൽ നിന്റെ പദ്ധതി വെളിപ്പെടുത്തണമേ. ഞങ്ങളുടെ ഇഷ്ടമല്ല, നിന്റെ ഇഷ്ടമായിരിക്കണം. ഈ ലോകത്തിന്റെ ഇഷ്ടമല്ല, നിന്റെ ഇഷ്ടമായിരിക്കണം ഞങ്ങളുടെ എല്ലാം ജീവിതത്തിൽ മഹത്വപ്പെടുവാൻ ഇടയാകേണ്ടത്. ഇന്ന് ഞങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് നീ മറുപടി നൽകണമേ. ഞങ്ങളുടെ നടപ്പിനെ ഞങ്ങൾ ക്രമപ്പെടുത്തുകയാണ്. ഞങ്ങളുടെ മാർഗങ്ങളെ നേരെയാക്കുകയാണ്. നിന്റെ കൃപയാൽ ഞങ്ങളെ നിറയ്ക്കുമാറാകണമേ. ശിക്ഷിക്കാതെ ഞങ്ങളോട് ക്ഷമിക്കണമേ. കർത്താവേ, ഞങ്ങളെ ഏൽപ്പിക്കുന്നു. ഇനി ബാക്കിയുള്ളതായി ഞങ്ങളുടെ ജീവിതം നിനക്ക് വേണ്ടി ജീവിക്കാൻ, നിന്റെ മഹത്വത്തിന് വേണ്ടി ജീവിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. അതിനുള്ള കൃപ ഈ സന്ദേശം കേൾക്കുന്ന എല്ലാവർക്കും കൊടുക്കണമേ എന്ന് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു പിതാവേ. ആമേൻ. യേശുവേ, 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 യേശുവേ. നിന്നെ നിന്നെ എന്നും ഞാൻ സേവിക്കും. നീ മാത്രം രാജാവെന്നും. നിന്നെ നിന്നെ എന്നും ഞാൻ സേവിക്കും. നീ മാത്രം രാജാവെന്നും. യേശുവേ, 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 യേശുവേ.